വെൽക്കം ടു അവർ ചാനൽ ഓൾ ഇൻ വൺ ആരണ്യ. കുറെ നാളായല്ലേ ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നേ, അത് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നേ. ഇനി ഏതായാലും സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുവാണേ. ഈ വീഡിയോ എൻ്റെ ഫോണിന്റെ ഗാലറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മാസം, അതായത് ജൂൺ 11-ാം തീയതി ആയിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഇപ്പോഴാണ് നേരെ ഒത്തു വന്നത്. ഈ ഡേറ്റ് എന്താ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചേക്കുന്നത് എന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ജൂൺ 11-നാണ് എൻ്റെ ലച്ചുകുട്ടൻ്റെ ജന്മദിനം കേട്ടോ. ഞാൻ ഈ വെട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം ലച്ചുകുട്ടൻ്റെ കേക്ക് കട്ടിങ്ങിന് ഇടാനുള്ള ഡ്രസ്സാണ്. അന്ന് ഈവനിങ് 6 മണിക്കാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തത്. സത്യത്തിൽ ഞാൻ ഈ ഉടുപ്പ് തയ്ക്കുന്നത് തന്നെ അന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടുവച്ചിരുന്ന ഒരു പാറ്റേൺ ഇതാണ് കേട്ടോ. സെയിം കളർ നെറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ലച്ചുകുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഏട്ടൻ വാങ്ങിയ നെറ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അത് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ഷോപ്പിംഗ് സൈറ്റിൽ കയറി അതിനകത്ത് ഡ്രസ്സൊക്കെ നോക്കുന്ന എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് കണ്ടിഷ്ടപ്പെട്ട ഒരു ഫ്രോക്കായിരുന്നു ഇത്. അപ്പോൾ ഈ പാറ്റേണിൽ ലച്ചുകുട്ടന് ഒരു ഫ്രോക്ക് തയ്ക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൊണ്ട് തയ്ച്ചെടുക്കാലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വരെ അന്ന് രാവിലെ പോയി എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു എന്നൊക്കെ പറയുന്നത് സത്യമാണ് കേട്ടോ. രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ നേരം ആവശ്യമില്ലാതെ ലച്ചുകുട്ടൻ്റെ ഈ ഉടുപ്പിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ലച്ചുകുട്ടൻ വരുമ്പോഴത്തേനും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും അമ്മ ഈ ഉടുപ്പ് തയ്ച്ച് വെച്ചേക്കാട്ടോ എന്ന്. പക്ഷെ ലച്ചുവിന് ആ ഉടുപ്പ് വേണ്ട. അവള് പറയാ ഫ്രോസറിലെ എൽസയുടെ ഉടുപ്പ് മതിയെന്ന്. 5ാമത്തെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഒരു ആഘോഷമൊന്നും വേണ്ട, ചെറിയൊരു കേക്ക് മാത്രം മുറിക്കുക എന്ന് തീരുമാനിച്ച അപ്പായെയും കൊണ്ട് അവള് ഫ്രോസൺ തീം കേക്ക് വരെ ഓർഡർ ചെയ്യിപ്പിച്ച മുതൽ ഇനി എൽസയുടെ ഉടുപ്പില്ലാതെ സമ്മതിക്കോ? ലച്ചുവിന്റെ വാശിയും അപ്പായുടെ സപ്പോർട്ടും എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ ആ കടുത്ത തീരുമാനം അങ്ങോട്ട് എടുത്തു. എന്ത്? എൽസയുടെ ഉടുപ്പ് തയ്ക്കുക, അത്ര തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ആള് കാണിച്ചതാ ഈ പാറ്റേണിൽ തന്നെ തയ്ച്ചേക്കണം എന്നായിരുന്നു ഓർഡർ. ഒരു ഓളത്തിന് ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. ബർത്ത്ഡേ ആയിട്ട് കൊച്ചിനെ കരയിക്കാനും വയ്യ, ഇതെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയാനും വയ്യ. മൊത്തത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് രാവിലെ പോയി മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കേട്ടോ. രാവിലെ ലച്ചുവിന് അമ്പലത്തിലും കൊണ്ടുപോയി സ്കൂളിലും കൊണ്ടുപോയിട്ട് മെറ്റീരിയൽസ് എല്ലാം എടുത്ത് വീട്ടിൽ വന്ന് കയറിയപ്പോൾ 1 മണിയായിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് കാര്യമായി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും കോൺഫിഡൻസിന് ഞാൻ ഒട്ടും കുറവ് കാണിച്ചില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ വെട്ടിയെടുക്കുന്ന വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയത് കറണ്ട് എനിക്ക് പണി തരാൻ തുടങ്ങിയപ്പോഴാണ്. ഇവിടെ ആണെങ്കിൽ എപ്പോഴും കറണ്ട് പോക്കാണ്. ഞാൻ മെഷീനിൽ കയറി ഇരുന്ന് കുറച്ചങ്ങ് തയ്ച്ചപ്പോഴത്തേനും കറണ്ട് പോയി. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വിചാരത്തിൽ ഞാൻ ആ മോട്ടർ അങ്ങ് മാറ്റി വെച്ച് ചവിട്ടി തയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ മെഷീനും പണി തരാൻ തുടങ്ങി. നൂല് മുഴുവൻ കെട്ടുകൂടാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വിഷുവിന് തയ്ച്ച പിന്നെ ഞാൻ ഇന്നാണ് ഈ മെഷീൻ തിരിഞ്ഞു നോക്കുന്നത്. അത് ഞാൻ ഇന്ന് തയ്ക്കാൻ കയറിയിരുന്നപ്പോൾ അതിൻ്റെ എല്ലാവിധ പരിഭവവും അതെന്നോട് തീർത്തു. കാണി പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അർജന്റായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെ കൂടപ്പുറപ്പുകളാണ്. സമയപരിമിതി കാരണം ഞാൻ എൻ്റെ ഫാഷൻ ആയിട്ടുള്ള പാറ്റേൺസ് എല്ലാം മാറ്റി വെച്ച് സിമ്പിൾ ആയിട്ടൊരു ഉടുപ്പ് തയ്ച്ചു. ഞാൻ തയ്ച്ചു തീർത്തപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. കാണിയെല്ലാം വലിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ കൈത്തുന്നലും ഒക്കെ ആയിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ഉടുപ്പ് മാത്രമല്ല, അതിന് ബാക്കിൽ ഒരു ടെയിൽ പാർട്ടും പിന്നെ ഒരു ഗ്ലൗസും ഒക്കെ ഞാൻ ഒപ്പിച്ചു. പക്ഷെ ഗ്ലൗസ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാട്ടോ തയ്ച്ചിരുന്നത്. ലച്ചുകൂടെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും എല്ലാം തയ്ച്ച് സെറ്റാക്കി വെക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാന്. ആയിട്ടും ഒന്നും സെറ്റാകാതെ വന്നപ്പോൾ ഏട്ടനോട് കളിയാക്കി ചോദിച്ചു, നമുക്ക് കേക്ക് കട്ടിങ് നാളത്തേക്ക് ആക്കേണ്ടി വരുമോ എന്ന്. എന്നാലും 4:30 തീർക്കില്ലെങ്കിലും ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ സംഭവം എല്ലാം സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി നിങ്ങൾ പറ, ലച്ചുകുട്ടിനെ പറ്റിച്ച എൽസയുടെ ഉടുപ്പ് എങ്ങനെയുണ്ടത്? കമന്റ് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. അത്രയും നേരം എൻ്റെ കച്ചടിയൊക്കെ സഹിച്ച് ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. See you soon.